ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഈ രണ്ടക്ഷരം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ കടബാധ്യതകൾ വളരെ പെട്ടെന്ന് മാറും. വളരെയധികം സമ്പത്ത്, പണം കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അത് അനുഭവമുണ്ടായ കാര്യമാണ്. അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ അവർ പറഞ്ഞത് കിടപ്പുണ്ട്. ഇതേ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന മന്ത്രം രണ്ടക്ഷരം അത് പ്രത്യേക രീതിയിൽ ജപിച്ചവർക്ക് ധാരാളം ധനം വന്നു, ഇഷ്ടം പോലെ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടായി, കടങ്ങൾ മാറി എന്നൊക്കെ വാട്സാപ്പിൽ അനുഭവസ്ഥർ ഒരു അനുഭവം ഉണ്ടായ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യും. കടബാധ്യതകൾ മാറും, സാമ്പത്തികം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരും, പണം ധാരാളം കൈകളിലേക്ക് വരും. അങ്ങനെയുള്ളൊരു വിദ്യയാണ്. അപ്പോൾ ഇത് മുഴുവൻ വീഡിയോ കാണുക. ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതെല്ലാം ശിവവിദ്യകളാണ് കേട്ടോ, ആർക്കും ചെയ്യാം. അപ്പോൾ മുഴുവൻ കാണുക. ഇതുപോലെ ആരും ഒരിടത്തും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഈ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനായിട്ട് തന്ന അവസരം പ്രയോജനപ്പെടുത്തുക. ഈ പരമേശ്വരന്, ശിവഭഗവാന് നന്ദി പറയുക. എന്നെ കണ്ടാൽ മിണ്ടിയില്ലേ പോലും കുഴപ്പമില്ല, നിങ്ങൾ പരമേശ്വരന് നന്ദി പറയുക. ഞാൻ യാതൊന്നും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതല്ല എൻ്റെ രീതി. എനിക്ക് തൃപ്തികരമായ രീതിയിൽ ഒരു പരിഹാരങ്ങൾ കിട്ടിക്കഴിഞ്ഞേ ഞാൻ നിർത്തത്തുള്ളൂ. അവിടെ വേറൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് തൃപ്തിയാകണം, അത് രീതിയിലാണ് വിശകലനം ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിർത്തത്തുള്ളൂ. അപ്പോൾ സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, നല്ല പ്രാർത്ഥനകൾ, സ്വയം ചെയ്യാവുന്ന ശരനൂൽ വിദ്യകൾ, അതുപോലെ മന്ത്രരഹസ്യങ്ങൾ, നല്ല രീതിയിലുള്ള ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ മിക്കവാറും വർക്കിൽ തന്നെയാണ്, ഫ്രീ ആകാറില്ല. വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ എല്ലാവരും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സപ്പ് വഴിയുള്ള വർക്കുകൾ പോലും സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നാം എല്ലാവരും വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഇന്ന് വിളക്ക് തെളിയിക്കുമ്പോൾ രണ്ടക്ഷരം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ സാമ്പത്തിക ദുരിതങ്ങളും കടബാധ്യതകളും മാറി വളരെ സമ്പത്ത്, ധനം നിങ്ങളിലേക്ക് വരും. അങ്ങനെ അനുഭവം ഉണ്ടായവരുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ ഈ കാര്യം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അത് അനുഭവമാകും. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, സമയം കളയാന്നുള്ളതേ ഉള്ളൂ. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ വലിയ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, കടബാധ്യതകൾ മാറിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വിളക്ക് 2 നേരം കത്തിക്കണം. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി രാവിലെയും കത്തിക്കണം, വൈകിട്ടും കത്തിക്കണം. 5 തിരി തന്നെ ഇട്ട് കത്തിക്കണം. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു തട്ടത്തിൽ നിങ്ങൾ ഒരു കർപ്പൂരം കത്തിക്കുക. ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ഒരു കർപ്പൂരം എന്ന് പറയുമ്പോൾ ഇത്ര കർപ്പൂരമാണെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് കത്തി തീരത്തില്ല. വേണ്ട, ഇങ്ങനെ ഡപ്പിക്കകത്ത് ഇത്ര കർപ്പൂരം കണ്ടോ, ഇത്രയും ഇത് ഡപ്പിക്കകത്ത് മേടിക്കാൻ കിട്ടും. കണ്ടല്ലോ, ഇത് പെട്ടെന്ന് കത്തി തീരത്തില്ല. കണ്ടോ, ഇത്ര കർപ്പൂരമാണെങ്കിൽ അല്പം വലിപ്പമുണ്ട്. ഇതിന് ഒരു കർപ്പൂരം മതി. ഇത്ര ഡപ്പിക്കകത്ത് 50 രൂപയാണ് മേടിക്കാൻ കിട്ടും. അപ്പം ഈ കർപ്പൂരം നിങ്ങൾ ഒരു തട്ടം മേടിക്കണം. തട്ടമെന്ന് പറയുമ്പം ഇനി അതായിരിക്കും സംശയം. തട്ടം എവിടെ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളായിരിക്കും. ഇതാണ് സാധനം. ഇനി അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട. കണ്ടല്ലോ തട്ടം. ഇതുപോലെ തട്ടം മേടിച്ചാൽ മതി. ചെറിയതാണ് ഇത്. ഇങ്ങനെ ചിലപ്പോൾ കാണിക്കും വലുതായിട്ട് തോന്നുമെങ്കിൽ ഇത് വളരെ ചെറുതാണ് കേട്ടോ. ചെറിയൊരു തട്ടം മേടിക്കുക.
അപ്പം തട്ടത്തിൻ്റെ സംശയം മാറി, കർപ്പൂരത്തിൻ്റെ സംശയം മാറി. ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ മന്ത്രം ചൊല്ലണമെന്നുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ട്. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അതെല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതറിയാം. അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട്. അപ്പം ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ഈ തട്ടത്തിൽ ഒരു കർപ്പൂരം വെച്ച് കണ്ടല്ലോ, ഈ തട്ടത്തിനകത്ത് ഇങ്ങനെ ഒരു കർപ്പൂരം വെച്ച് ഒറ്റ കർപ്പൂരം മതി. കണ്ടല്ലോ, ഈ കർപ്പൂരം കത്തിച്ചിട്ട് ഇത് വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കുക. വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ നിൽക്കണമെന്നറിയാമോ? വിളക്കിൻ്റെ സൈഡിൽ കിഴക്കോട്ട് നോക്കി നിൽക്കണം. അതായത് നിങ്ങൾ വിളക്കിൻ്റെ പടിഞ്ഞാട്ട് നോക്കി വിളക്കിൻ്റെ മുന്നിലല്ല നിൽക്കേണ്ടത്. ഇത് കർപ്പൂരം കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ വെക്കുക തട്ടത്തിൽ. എന്നിട്ട് നിങ്ങൾ വിളക്കിൻ്റെ സൈഡിൽ, ഏത് സൈഡാണെങ്കിലും കുഴപ്പമില്ല, സൈഡിൽ നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിൽക്കണം. നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പറയുന്ന ശിവമന്ത്രം ജപിക്കണം 9 തവണ. ശ്രദ്ധിച്ച് കേട്ടു. നിങ്ങൾക്കിത് അറിയാവുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് ജപിച്ചു നോക്കുക. അത് ഫലം ഉണ്ടാവും. ശിവം ശിവകരം ശാന്തം, ശിവാത്മനം ശിവോത്തമം, ശിവമാർഗേ പ്രണയതാരം, പ്രണതോസ്മി സദാശിവം. ഒന്നുകൂടെ ചെല്ലാം. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. ഇത് പലർക്കും അറിയാവുന്നതാണ്, എന്നാലും അത് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. എന്നാലും ഒന്നുകൂടെ ഞാൻ ചൊല്ലിക്കേൾപ്പിക്കാം. ശിവം ശിവകരം ശാന്തം, ശിവാത്മനം ശിവോത്തമം, ശിവമാർഗേ പ്രണയതാരം, പ്രണതോസ്മി സദാശിവം. ഇത് നിങ്ങൾ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. അതുകൂടെ നോക്കണം. ചിലപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ തെറ്റ് പറ്റാം. അതുകൊണ്ടാണ് പറഞ്ഞ് എഴുതിയിടുന്നതും കൂടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നതിൽ കൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ. മനുഷ്യ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ തെറ്റിപ്പോകാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ മന്ത്രം 9 തവണ നിങ്ങൾ ഈ കർപ്പൂരം കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് വിളക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിന്ന് ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 9 തവണ ഈ മന്ത്രം ജപിക്കണം. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കടബാധ്യതകൾ മാറും. പണം ധാരാളം നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം വരും, വർദ്ധിച്ചു. ഇത് ദിവസവും ചെയ്യണം, രാവിലെയും വൈകിട്ടും. ധനം വന്നുകൊണ്ടേയിരിക്കും. അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത്. അനുഭവം ഞാൻ തന്നെ ചെയ്ത അനുഭവം ഉണ്ടായവർ എൻ്റെ വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം. കാരണം അപ്പോൾ അവർ പറഞ്ഞു, സാറേ വളരെ നല്ല കാര്യമാണ്. അവർക്കും സന്തോഷം. നല്ല മനുഷ്യരാണല്ല, നമ്മളീ നല്ല മനുഷ്യരായിട്ടുള്ള സഹവാസമേ ഉള്ളൂ. അപ്പോൾ അവരും പറഞ്ഞ് വളരെ സാറേ അത് വളരെ സന്തോഷം അവർക്ക്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അവർക്കിത് പ്രയോജനപ്പെട്ടു. അപ്പോൾ ഇത് 9 തവണയാണ് ജപിക്കേണ്ടത്. അതാണ് അതിൻ്റെ രഹസ്യം. വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ മാറാൻ തുടങ്ങും. ദിവസവും രാവിലെ വൈകിട്ട് ചെയ്യണം. ഇതിനകത്ത് രഹസ്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് ശിവ എന്ന 2 അക്ഷരം, ഈ 2 അക്ഷരമാണ് ഇതിൻ്റെ അകത്ത് രഹസ്യം. ഈ ശിവ എന്ന് പറഞ്ഞ 2 അക്ഷരത്തിനകത്താണ് എല്ലാ രഹസ്യവും ഇരിക്കുന്നത്. ശിവ എന്ന് പറയുന്ന ഈ 2 അക്ഷരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുള്ളവരും ഒന്നുകൂടെ കേൾക്കണം, അല്ലാത്തവരും അത് കേൾക്കണം. കാരണം ഇത് കഴിഞ്ഞ് കുറേ രഹസ്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് വേണം അതിലേക്ക് പോകാൻ. ചിലർക്ക് ചിലപ്പോൾ ഞാനീ പറയുന്ന ശിവരഹസ്യം ഞാൻ തന്നെ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് അറിയാമായിരിക്കും. എങ്കിലും നിങ്ങൾ കേൾക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചില രഹസ്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകണം. ശിവൻ്റെ തന്നെ ശിവ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നെറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ, ശി എന്ന് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് ഊർജം പ്രവഹിക്കുന്നു. വാ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ഊർജം 2 സൈഡിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ പ്രവാഹമാണ് ശിവ എന്ന് 2 അക്ഷരം ജപിക്കുമ്പോൾ ശിവലിംഗാകൃതിയിലാണ് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നത്. ഇതാണ് ശിവരഹസ്യം. ശിവ എന്ന 2 അക്ഷരത്തിൻ്റെ രഹസ്യമാണ്. നമ്മൾ ശിവലിംഗ ക്ഷേത്രത്തിൽ പോയി കാണും. ശിവലിംഗം, അതിൽ ഭഗവാനുണ്ട്, ശക്തിയുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ശിവലിംഗം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ശിവ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശിവലിംഗാകൃതിയിലാണ് ഊർജം പ്രവഹിക്കുന്നത്. നിങ്ങളുടെ സഹസ്രാരത്തിലേക്ക് ഷി എന്ന് ജപിക്കുമ്പോൾ ഊർജം മുകളിലേക്ക് പോകുന്നു. വ എന്ന് ജപിക്കുമ്പോൾ ഈ ഊർജം രണ്ട് സൈഡിലേക്കും വ്യാപിക്കുന്നു. ശിവലിംഗ ആകൃതിയിൽ നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ ഊർജം പ്രവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശിവ എന്നുള്ള രണ്ടക്ഷരം ജപിച്ചാൽ തന്നെ ശിവഭഗവാനെ അറിയാനാകും. രണ്ടക്ഷരം ജപിച്ചാൽ തന്നെ ശിവഭഗവാനെ അറിയാനാകും. നിങ്ങളുടെ സകല കർമ്മദോഷങ്ങളും മാറും, പാപദോഷങ്ങളും മാറും, മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. സർവ സാമ്പത്തിക ദുരിതങ്ങളും സർവ കടബാധിതകളും സർവ കലഹങ്ങളും നമ്മുടെ ഈ ശാപദോഷങ്ങളും പാപദോഷങ്ങളും മുൻജന്മ കർമ്മദോഷങ്ങളും ഒക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, സമാധാനം ഒക്കെ വന്നു തുടങ്ങുക എന്നുള്ളതാണ് ഈ രണ്ടക്ഷരം. ഈ മന്ത്രത്തിൽ ഈ ശിവ എന്നുള്ളത് ഈ രണ്ടക്ഷരം 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശിവം എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. രണ്ടാമത് ശിവകരം എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. പിന്നെ ശിവാത്മനം എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. ശിവോത്തമം എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. ശിവമാർഗേ എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. സദാശിവം എന്ന് പറയുന്നതിനകത്ത് ശിവ വരുന്നുണ്ട്. 6 തവണ ശിവ എന്ന രണ്ടക്ഷരം ഈ മന്ത്രത്തിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കുക. 6 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ 6 ചക്രങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 ചക്രങ്ങളെയും അത് എനർജറ്റിക് ആക്കുന്നു. 6 ചക്രങ്ങളിലെ ആ കർമ്മദോഷങ്ങളും പാപദോഷങ്ങളും എല്ലാം ഈ ശിവ എന്നുള്ള അക്ഷരം ഈ ഒരു സ്തുതിയിൽ അല്ലെ ഈ ഒരു മന്ത്രത്തിൽ 6 തവണ ഇത് മൊത്തം ഈ പറഞ്ഞ രീതിയിൽ തന്നെ ജപിക്കണം കേട്ടോ. ഞാൻ ഈ ശിവ എന്നുള്ള ഭാഗം വരുന്ന എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ താഴെ എഴുതിയിട്ടേക്കുന്നത് അതേപടി മുഴുവൻ ജപിക്കണം. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗേ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇത്രയും ജപിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ ശിവ എന്ന് ഉച്ചരിക്കുന്ന ഭാഗം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 6 തവണ ഉച്ചരിക്കുമ്പോൾ 6 ചക്രങ്ങളിലും ശിവബോധം ഉണ്ടായി വരും. നിങ്ങളുടെ ആ ചക്രാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നട്ടലിൽ തന്നെ ഉള്ള സൂക്ഷ്മമായ ഊർജ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിലോ നെറ്റിലോ ചക്രാസിനെ കുറിച്ച് അടിച്ചു കൊടുത്താൽ എഴുതി കൊടുത്താൽ അത് ചക്രാസൊക്കെ കാണാൻ പറ്റും. ഗൂഗിളിലൊക്കെ അതിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ നട്ടലിലെ 6 ഊർജ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ 6 ഊർജ കേന്ദ്രങ്ങളും സൂക്ഷ്മ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ തന്നെയാണത്. അപ്പോൾ ഈ 6 ചക്രാസും ശിവബോധമുണ്ടായി വരും. 6 ചക്രാസും പ്യൂരിഫൈ ചെയ്യും. നിങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കാൻ ഈ രണ്ടക്ഷരത്തിന് പറ്റും. ഞാൻ വീഡിയോയുടെ ക്യാപ്ഷൻ കൊടുക്കുന്നത് 2 അക്ഷരമെന്നാണ്. ഈ 2 അക്ഷരമാണ് ഇതിൻ്റെ രഹസ്യം. അതുകൊണ്ടാണ് ഈ 2 അക്ഷരം ഇതിനകത്ത് വരുന്നതാണ് ഇതിൻ്റെ രഹസ്യം. 6 തവണ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ. ആരോടും ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഡേറ്റൊക്കെ നിങ്ങൾക്കറിയാം. ഇത് കഴിഞ്ഞ് ആരെങ്കിലും പറയുമോ അറിയത്തില്ല. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത രഹസ്യമാണ്. ശിവകരം പലർക്കും അറിയാം. പക്ഷെ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ശിവരഹസ്യം ഞാനീ പറയുന്ന പോലെ ഒരിക്കലും ആരും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല. കാരണം ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് ഭഗവാന്റെ നിശ്ചയമുള്ളവർക്കേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പം ശിവ എന്ന് പറയുമ്പോൾ ഈ 6 ചക്രാസിനെയും അത് ശുദ്ധീകരിക്കുന്നു, അത് പ്യൂരിഫൈ ചെയ്യുന്നു, ആക്റ്റീവാക്കുന്നു, ശിവബോധമുണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ ഐശ്വര്യങ്ങൾ, ധനം, സമ്പത്ത് ഒക്കെ വന്നു ചേരാൻ അത് ഉപകരിക്കും. അത് നമ്മൾ കർപ്പൂരത്തിൻ്റെ മുന്നിൽ നിന്നാണ് രാവിലെയും വൈകിട്ടും കിഴക്കോട്ട് നോക്കി നിന്ന് തന്നെ ജപിക്കണം. വിളക്ക് വയ്ക്കുക, വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ചെയ്യുക, അത് കഴിഞ്ഞ് തട്ടത്തിൽ കർപ്പൂരം കത്തിക്കുക, വിളക്കിൻ്റെ മുന്നിൽ കർപ്പൂരം കത്തിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ വിളക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ കർപ്പൂരനാളത്തെ നോക്കി 9 തവണ വാ കൊണ്ട് ഈ മന്ത്രം ഉരുവിടണം. മനസ്സിലായോ? ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. രാവിലെയും വൈകിട്ടും കിഴക്കോട്ട് തന്നെ നോക്കണം. അല്ല വൈകിട്ട് പടിഞ്ഞാട്ട് നോക്കണ്ട. ഈ പറയുന്ന ഇതുപോലെ ചെയ്യണം. ഈ മന്ത്രം ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം.
എന്തുകൊണ്ടാണ് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത്? ശരീരത്തിലെ ഇടത് ഭാഗത്തെ അവയവങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ റൈറ്റ് ബ്രെയിൻ ആണ് ആക്റ്റീവ് ആകുന്നത്. റൈറ്റ് ബ്രെയിൻ ആണ് ഭാവന, സജഷൻ ഒക്കെ. ആ ഭാവനയും ആ സജഷൻസും ഒക്കെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആക്ടിവേറ്റ് ആക്കുന്നത്. ഉപബോധ മനസ്സാണ് ഈശ്വരൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർപ്പൂരനാളത്തെ നോക്കി കിഴക്കോട്ട് വിളക്കിൻ്റെ സൈഡിൽ നിന്ന് കിഴക്കോട്ട് നോക്കി കർപ്പൂരനാളത്തെ നോക്കി ഈ മന്ത്രം 9 തവണ ജപിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് 9 തവണ ജപിക്കണമെന്ന് പറഞ്ഞത്? നമ്മൾ 6 തവണ ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ 6 ചക്രാസിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ ആ 6ൻ്റെ ഒരു പകുതിയും കൂടെ 6ൻ്റെ പകുതിയും കൂടെ ഒരു 3 അതുകൂടെ കൂട്ടി ജപിക്കുമ്പോൾ ആ ഒരു ഊർജപ്രവാഹം നിങ്ങളുടെ ആജ്ഞയ്ക്ക് മുകളിലുള്ള ചക്രാസിലേക്കും വ്യാപരിക്കും. അതിന് ആണ് 9 എന്നുള്ളൊരു കണക്കെടുത്തിരിക്കുന്നതിൻ്റെ രഹസ്യം. അതാണ് 9 എടുത്തിരിക്കുന്ന രഹസ്യം. അപ്പോൾ നവഗ്രഹ പ്രീതി, നവഗ്രഹ ദോഷങ്ങളും ഒക്കെ ഇത് മാറും. സകല ഗ്രഹപ്പിഴകളെയും ഗ്രഹദോഷങ്ങളെ മാറ്റാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട്. ഈ മന്ത്രം പലർക്കും അറിയാമായിരിക്കും, പലരും ജപിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ജപിച്ചു നോക്കിയേ, നിങ്ങൾ ശിവനെ അറിയും, നിങ്ങളുടെ ജീവിതം മാറും. കടബാധ്യതകൾ മാറിയതായിട്ട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞു. അതുപോലെ സമ്പത്ത്, ധാരാളം ധനം അവർക്ക് വന്നു, ഇഷ്ടംപോലെ അവർ തന്നെ പറയുന്നു. മെസ്സേജ് ചെയ്തതിൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ അനുഭവമാണ്. ഭഗവാന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നെങ്കിൽ ഇതൊക്കെ വലിയ ഭാഗ്യമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകിട്ടും ജപിക്കണം, 2 നേരവും ജപിക്കണം. അതെന്തിനാണ് രാവിലെയും വൈകിട്ടും ജപിക്കുന്നത്? എന്നാൽ പിന്നെ ഒരു നേരം ജപിച്ചാൽ പോരെ? രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനു മുമ്പ് ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഇനിയും എന്തിനാ സന്ധ്യയ്ക്ക് ജപിക്കുന്നത്? ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഭഗവത് നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോ സൂക്ഷ്മമായ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ സൂക്ഷ്മതലങ്ങളിലേക്കും ഭഗവാന്റെ കൃപ അനസ്യൂതം ആ നിങ്ങളുടെ ഉറക്കത്തിലും പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ 2 നേരം ജപിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇനിയും വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഇത് ജപിക്കണം. ഇത് ജപിച്ചു കഴിഞ്ഞ് രാവിലെ മാത്രം നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിന്ന് സൂര്യൻ്റെ ഞാനീ പറയുന്ന 5 മന്ത്രവും കൂടെ ജപിക്കണം. ഓം സൂര്യായ നമ, ഓം അർക്കായ നമ, ഓം ദിവാകരായ നമ, ഓം ഭാസ്കരായ നമ, ഓം ആദിത്യായ നമ. ഈ 5 മന്ത്രവും കൂടെ ജപിക്കണം. രാവിലെ മാത്രം അത് ജപിച്ചാൽ മതി. അതെന്തിനാണ് സൂര്യൻ്റെ 5 മന്ത്രവും കൂടെ ജപിക്കാൻ പറഞ്ഞത്? ആത്മബലം കിട്ടാൻ, ആത്മബലം ഉണ്ടാകാൻ, ആത്മശക്തി ഉണ്ടാകാൻ, ആത്മബലം ഉണ്ടാകാൻ. ആത്മബലം ഇല്ലാത്തവനെ ഒന്നിനും കൊള്ളത്തില്ല. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മബലമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ആത്മശക്തി ഉണ്ടാകണം. സൂര്യൻ ആത്മകാരകനാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ കൂടുതൽ ശക്തിമത്താക്കാൻ വേണ്ടിയാണ് സൂര്യൻ്റെ ഈ 5 മന്ത്രം കൂടെ രാവിലെ മാത്രം ഈ ജപിക്കുക. ഈ ശിവകരം ജപിച്ചു കഴിഞ്ഞ് ഉള്ള കാര്യമാണ് പറയുന്നത്. കിഴക്കോട്ട് നോക്കി തന്നെ രാവിലെ മാത്രം ഈ സൂര്യൻ്റെ 5 മന്ത്രം ജപിച്ചാൽ മതി. ഇതും കൂടെ ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം, നിങ്ങൾ അതുകൂടെ നോക്കി ജപിക്കുക. അപ്പം ഇതുപോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ചെയ്തു നോക്കുക. ഇനി വിളക്ക് എന്തുകൊണ്ട് വിളക്ക് കത്തിക്കണം എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഏതായാലും കൊള്ളാം. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കാം അധികം ആളുകൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം അധികം ആളുകൾ കണ്ടിട്ടില്ല. എന്താണേലും അധികം ആളുകൾ കണ്ടിട്ടില്ല. അപ്പം വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും. എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറി. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞു തരാം. കാരണം നിങ്ങളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്? വീട്ടിൽ നമ്മൾ ഓട്ടുവിളക്കാണ് കത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓട്ടുവിളക്ക് കത്തിക്കുന്നത്? അല്ലെ വേറെ രീതിയിലുള്ള വിളക്ക് കത്തിക്കാൻ വയ്യേ? ഓടെന്ന് പറയുമ്പോൾ ചെമ്പും ഈയും കൂടെ ചേരുന്ന ഒരു മിശ്രിതമാണ്. അപ്പോൾ ആ ലോഹാംശം ഇപ്പം പഞ്ചലോഹങ്ങൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു.
നമ്മൾ സ്വർണ്ണം നമ്മുടെ ശരീരത്തിൽ പഞ്ചലോഹങ്ങളിൽ ഒന്നായ സ്വർണ്ണം ശരീരത്തിൽ ധരിക്കുന്നു. അത് ഭംഗിക്ക് മാത്രമല്ല, ആ ഒരു ലോഹാംശം ശരീരത്തിൽ കിട്ടാൻ കൂടി വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ലോഹാംശം കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മൾ സ്വർണം ധരിക്കുന്നു, അങ്ങനെ ലോഹാംശം നമ്മുടെ ശരീരത്തിൽ ലോഹാംശം ആവശ്യമാണ്. അത് നമ്മുടെ പ്രാണശരീരത്തെ ബലപ്പെടുത്തുവാൻ നല്ലതാണ്. അപ്പോൾ ഈ ഓട്ടുവിളക്ക് കത്തിക്കുമ്പം ചെമ്പ് എന്നുള്ള ഒരു പഞ്ചലോഹങ്ങളിൽ ഒന്നായ ചെമ്പിൻ്റെ ഒരു അംശം, ചെമ്പുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ഈയോ കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഓട്. അപ്പോൾ ഓട്ടുവിളക്ക് കത്തിക്കുമ്പം ആ ഓട്ടുവിളക്കിൽ നമ്മൾ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എള്ളെണ്ണ ഉപയോഗിച്ച് നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിച്ചിട്ട് അതിൽ തിരിയിടുക. എന്നിട്ട് 5 തിരിയിടണം. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഇങ്ങനെ തിരിയിട്ട് അതിങ്ങനെ കൂട്ടിയിടരുത്. ഒറ്റ തിരിയായിട്ട് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. കാരണം അങ്ങനെ ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കിയവർക്കെല്ലാം ഗുണമുണ്ട്, വലിയ രീതിയിൽ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആ ഏത് ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഇനിയും കിഴക്ക് ഭാഗത്തെ തിരി കത്തിക്കുമ്പോൾ, ഓരോ തിരിയും കത്തിക്കുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത് ഒരു തവണ ജപിക്കുക. ഓം നമോ നാരായണായ ഒരു തവണ ജപിക്കുക. ശിവോഹം ഒരു തവണ ജപിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ ജപിച്ചാൽ മതി. സർവമംഗളമംഗല്യേ ഒരു തവണ ജപിക്കുക. ശിവോഹം അത് കഴിഞ്ഞാൽ ഉടനെ ഒരു തവണ ജപിക്കണം. അത് കഴിഞ്ഞ് ഓം നമോ നാരായണായ ജപിക്കുക ഒരു തവണ. അത് കഴിഞ്ഞ് ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു തവണ ജപിക്കുക. അത് കഴിഞ്ഞ് ഓം ഐം ശ്രീം ക്ലീം നമ എന്നോ നമഹ എന്നോ ജപിക്കാം. ഈ നമഹ എന്ന് ജപിക്കുന്നവർക്ക് ഇച്ചിരി കൂടുതൽ ബലം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് രീതിയും ശരിയാണ്. ഇനിയും അതിനുശേഷം ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഈ മന്ത്രം നിത്യേന ജപിക്കുന്ന വീടുകളിൽ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ഭാര്യയെ കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല, അല്ലെ പിള്ളേരെ കാണുന്നില്ല. അവരൊക്കെ ഒരു മോശമായ രീതിയിൽ, അല്ലെ ആരുടെയെങ്കിലും മറ്റുള്ളവരെ വേറെ ഒളിച്ചോടി ഇങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെ മോശമായ ഒരു കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദോഷമായ ഒരു കാര്യങ്ങളോ, അല്ലെങ്കിൽ പിന്നെ പിള്ളേർ പോയി എന്നും അടിപിടി ബഹളം ഉണ്ടാക്കുന്നു, അല്ലെ ഭർത്താവ് എന്നും ഒരു മദ്യപാനം ബഹളങ്ങളെ, അല്ലെ ഭാര്യ ഒരു എപ്പോഴും മോശമായ രീതിയിൽ എപ്പോഴും ബഹളങ്ങളെ, ഇങ്ങനെ ആരും ആ വീട്ടിൽ ഒരു തരത്തിലുള്ള മോശമായ ഒരു കാര്യങ്ങളിലേക്കും പോകത്തില്ല. എല്ലാവർക്കും സദ്ബുദ്ധി ഭഗവാൻ നൽകും. ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും. ആ വീട്ടിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. സംശയം വേണ്ട. അതാണ് ഈ വിഷ്ണു ഗായത്രിയുടെ ഒരു രഹസ്യം. ഒരു പിള്ളേരും മോശമായിട്ട് പോകത്തില്ല. ഒരു പിള്ളേരെന്ന് മാത്രമല്ല, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ആരും തെറ്റായ വഴികളിൽ പോകത്തില്ല. നല്ല രീതിയിൽ മാത്രം ഭഗവാന്റെ സംരക്ഷണം അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ നടക്കും. അതാണ് ആ മന്ത്രത്തിൻ്റെ രഹസ്യം. അതിനുശേഷം അവസാനം ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കണം. ഓം കൃഷ്ണായ നമ. അപ്പോൾ ഈ അവസാനം അങ്ങനെ ചെയ്ത് വേണം. അവസാനം ഓം കൃഷ്ണായ നമ ജപിക്കണം. ഈ ഇത്രയും മന്ത്രങ്ങളും ഓരോ തവണ ജപിച്ചുകൊണ്ട് ഓരോ തിരിയും കത്തിക്കണം. കിഴക്ക് ഭാഗത്തെ തിരി ആദ്യം കത്തിക്കുക, തെക്ക് അവസാനം കത്തിക്കുക, ഇടഭാഗത്തെ തിരി എങ്ങനെ വേണമെങ്കിലും കത്തിക്കുക. ഇനി എന്തുകൊണ്ടാണ് തെക്ക് അവസാനം കത്തിക്കണം എന്ന് പറഞ്ഞത്? തെക്ക് പിതൃക്കളുടെ ദിക്കാണ്. അവിടെ ഒരു പ്രീതി ഉണ്ടാകുമ്പോൾ സകലതും ശരിയാകും. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഫലം അച്ചട്ടാണ്. ചെയ്തവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് കത്തിക്കാം. അതിൽ തെറ്റൊന്നുമില്ല, തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്തവർക്ക് അതുപോലെ ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അത് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. വീടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വിളക്ക് കത്തിക്കുന്ന വീഡിയോ ഇട്ടത് 2-3 തവണ ഇട്ട് 5 ലക്ഷം, 3 ലക്ഷം, 6 ലക്ഷം അങ്ങനെയൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. 3-4 ലക്ഷമൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇനി വിളക്ക് കെടുത്തുമ്പോഴും കിഴക്ക് ഭാഗത്ത് തിരി ആദ്യം കെടുത്തുക, തെക്ക് അവസാനം കെടുത്തുക, ബാക്കി തിരി എങ്ങനെ വേണമെങ്കിലും കെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാം. അതിൽ തെറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ രീതി എൻ്റെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞൊരു വലിയ തുക എന്നുവെച്ചാൽ വലിയ തുക ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരാൾക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ തുകകളാണ്.
അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ്. ചെയ്തു നോക്കുക, അപ്പോൾ മനസ്സിലാകും അതിൻ്റെ രഹസ്യം. അപ്പോൾ ഇത് ഇനി വിളക്ക് താഴ്ത്തി കെടുത്താം, അടിച്ചു കെടുത്തരുത്, ഊതിക്കെടുത്തരുത്. ഇതുപോലെ തന്നെ മന്ത്രം ജപിച്ചുകൊണ്ട് തിരി 5 തിരി, ഓരോ തിരിയും കിഴക്ക് തിരി ആദ്യം താഴ്ത്തുക, അങ്ങനെ ഓരോ തിരിയും തെക്ക് അവസാനം താഴ്ത്തുക, ബാക്കി ഇടയിലെ തിരി എങ്ങനെ വേണമെങ്കിലും താഴ്ത്താം. അങ്ങനെ താഴ്ത്തി മന്ത്രം, ഈ 5 മന്ത്രവും ജപിച്ചുകൊണ്ട് വേണം ഓരോ തിരിയും കെടുത്താൻ. അപ്പോൾ അങ്ങനെ ഈ തിരി കെടുത്തുമ്പോഴേ മന്ത്രം ജപിക്കേണ്ട കാര്യം എന്തുവാ? കാരണം ഏതൊരു കാര്യം തുടങ്ങുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 വിളക്ക് കത്തിക്കുമ്പോഴും കെടുത്തുമ്പോഴും മന്ത്രോച്ചാരണം ചെയ്യണം. ഇനിയും വിളക്കിന് എന്തുകൊണ്ട് 5 തിരി ഇടണം? ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ വിളക്കിൽ 1 തിരി ഇടുക എന്ന് വിചാരിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഈ വിളക്ക് നമ്മൾ വെച്ചു, വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ചു, അതിൻ്റെ അകത്തൊരു തിരി ഇട്ടു, ആ തിരി നമ്മൾ കത്തിക്കുന്നു. അപ്പോൾ ഈ വിളക്കിൽ നിന്നും ഒരു ഊർജം ചുറ്റും പ്രസരിക്കും. കാരണം ഇത് ലോഹമിശ്രിതമാണ്. ഈ ലോഹത്തിന് ചൂടായി കഴിയുമ്പോൾ ഒരു ഊർജം ചുറ്റും പ്രസരിക്കും. ആ പ്രസരിക്കുന്ന ഊർജം അത് ലോഹമിശ്രിതമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രാണശരീരത്തെ ശക്തിപ്പെടുത്തും. ആ ലോഹശക്തി, ആ ലോഹ അംശം നമ്മുടെ ശരീരത്തിലെ പ്രാണശരീരത്തെ ശക്തിപ്പെടുത്തും. അപ്പോൾ ഇത് 1 തിരി ഇടുമ്പോഴാണോ 5 തിരി ഇടുമ്പോഴാണോ കൂടുതലായിട്ടുള്ള ആ പ്രാണശരീരത്തെ ശക്തിപ്പെടുത്താനുള്ള ഊർജം കിട്ടുന്നത്? തീർച്ചയായിട്ടും 5 തിരി ഇടുമ്പോഴാണ്. അപ്പോഴാണ് കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്, കൂടുതൽ ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ 5 തിരി ഇടുമ്പോൾ ആ ചുറ്റും കൂടുതൽ ഊർജം പരക്കും. ആ വിളക്കിന് ചുറ്റുമാണ് പരക്കുന്നത്. അത് വിളക്കിൻ്റെ അടുത്ത് നിന്നല്ല, 1 കാലടി പുറകോട്ട് നിന്ന് വേണം പ്രാർത്ഥനകൾ നടത്താൻ. അതാണ് അതിൻ്റെ രഹസ്യം. ചുറ്റുമാണ് പരക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണ ശരീരത്തെ ബലപ്പെടുത്താൻ അപ്പോൾ 5 തിരി ഇടുമ്പോൾ കൂടുതൽ ആ ഊർജം വിളക്കിന് ചുറ്റും പ്രസരിക്കുമ്പം അത് ആ അന്തരീക്ഷത്തെ ശുദ്ധമാക്കും. അന്തരീക്ഷത്തിലൊക്കെ ഒരുപാട് എപ്പോഴും അണുക്കളും ഒക്കെ കാണും, പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലും ഒക്കെ. അപ്പോൾ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കത്തിക്കണം. അപ്പോൾ ആ അന്തരീക്ഷത്തെ ശുദ്ധീകരണം ചെയ്യും. അവിടെ ആ വീട്ടിലുള്ളവരുടെ ആ പ്രാണശരീരത്തെയൊക്കെ കൂടുതൽ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത്, 5 തിരി എണ്ണയായിട്ട് കത്തിക്കണമെന്ന് പറയുന്നത്. ഇത് ഇത്രയും വിശദമായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞൊരു വീഡിയോയിൽ ആരും കണ്ടിട്ടില്ല, അധികം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും അറിയുന്നെങ്കിൽ അറിയട്ടെ. അല്ലാതെ ചുമ്മാ അറിയേണ്ട കാര്യം അറിയാതെ, വീട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, സാറേ ഞങ്ങളുടെ പൈസ ബിസിനസ് ചെയ്തു നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കലഹം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനല്ലാതെ ഏതെങ്കിലും അവനവന് ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞാൽ ജീവിതം മാറ്റാൻ ശ്രമിക്കുക വേണ്ടത്. അതിനുള്ള കാര്യം പറഞ്ഞു തന്നാൽ അതൊന്നും കാണത്തില്ല ആരും. ഇതിനോട് ചുമ്മാ ഇങ്ങനെ എന്നും പ്രശ്നമാണ്. അവിടെ പോയി ഇവിടെ പോയി, അത് ചെയ്തു, കാശ് പോയി, ഇത് പോയി, മക്കൾ അങ്ങനെ പോയി, ഭാര്യ ഇങ്ങനെ പോയി, പിന്നെ വീട്ടിലൊന്നും കലഹമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇന്ന് അതിനൊരു വഴി പറഞ്ഞു കൊടുത്താൽ അത് കാണത്തുമില്ല. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. അതിനകത്തൊരു രഹസ്യമല്ല, അതിൻ്റെ അകത്തൊരു കാര്യം. അപ്പോൾ ഇതൊന്നുകൂടെ പ്രയോജനം ചെയ്യട്ടെന്ന് കരുതിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ വിളക്ക് തെളിയിക്കുക. അപ്പോൾ ഇങ്ങനെ വിളക്ക് തെളിയിക്കുമ്പം തന്നെ ആ ഒരു വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വീട്ടിലെ അന്തരീക്ഷം നല്ലതാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബുദ്ധിയെ അത് പ്രചോദിപ്പിക്കും, നമുക്ക് നല്ല ആശയങ്ങളുണ്ടാകും ഒക്കെ. ആ വീട്ടിലെ സ്ഥിതി മോശമാണെങ്കിൽ നമ്മൾ പോകുന്ന തൊഴിൽ സ്ഥലത്തും തൊഴിലിടത്തും എല്ലാം നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ വീടുകൾക്കൊക്കെ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. റോഡ് സൈഡിൽ പല വീടുകളും ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കണം. അതിൽ പല വീടുകളും ആ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന ആ കട്ടളയൊക്കെ നോക്കണം, പൊക്കക്കുറവായിരിക്കും, വീടിന് ഉയരക്കുറവായിരിക്കും. അങ്ങനെയുള്ള പല വീടുകളും ആൾതാമസമില്ലാതെ കിടക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് ഈ വീടിന് ഉയരമില്ലാത്ത വീടുകൾ പലതും ഉപേക്ഷിച്ച് ആൾതാമസമില്ലാതെ വരുന്നതിൻ്റെ കാരണമെന്നറിയാമോ? വീടിനെ ഇപ്പം കട്ടളയ്ക്ക് പൊക്കമുള്ള കട്ടള വെച്ചു, വീട് ഇച്ചിരി പൊക്കത്തിൽ, ഒരുപാട് പൊക്കത്തില്ല, പൊക്കത്തിൽ വെക്കുന്ന വീടുകളാകുമ്പോൾ കൂടുതൽ ഓക്സിജൻ വായു ആ വീട്ടിലേക്ക് കയറും. ആ വീട്ടിൽ ഇരിക്കുന്നവന് നല്ല ബുദ്ധി തോന്നും, ബുദ്ധി തെളിയും. എന്നാൽ വീട് ഇടുങ്ങിയ പൊക്കം കുറഞ്ഞ വീടാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് വായുവേ പ്രവേശിക്കത്തുള്ളൂ വീട്ടിലേക്ക്. അവിടെ ഇരിക്കുന്നവൻ അപ്പോൾ ആ ഓക്സിജൻ കുറച്ച് അളവിലായിരിക്കും. ആ കൂടുതൽ കിട്ടുന്ന പൊക്കമുള്ള വീട്ടിൽ കിട്ടുന്ന അത്രയും ഓക്സിജൻ്റെ അളവ് വരത്തില്ല. അപ്പോൾ അവൻ്റെ ബുദ്ധി അതുപോലെ ആയിരിക്കും. അവൻ ആ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീടുകളിൽ ചെയ്യുന്ന ഒക്കെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും തൊഴിൽ പരാജയങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം നമുക്ക് ശരിയായിട്ട് ഊർജം കിട്ടുമ്പോഴാണ്, നമ്മുടെ ചിന്ത ശരിയാകുമ്പോഴാണ് ശരിയായിട്ടൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നത്.
നമ്മുടെ ബുദ്ധി തെളിയുമ്പോഴാണ് ഒരു തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അല്ലെ നമ്മുടെ ചെയ്യുന്ന എല്ലാ മണ്ടത്തരവും അബദ്ധങ്ങളുമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രഹസ്യം. എന്ന് പറഞ്ഞ പോലെ വിളക്ക് വെക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അവിടെ നിന്നാണ് ഒരു ദിവസം നമ്മുടെ തുടങ്ങുന്നത്, വീട്ടിൽ നിന്നാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അത് തന്നെ ശരിയായിട്ട് ചെയ്താൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. അപ്പോൾ ആ നിലയിലാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. ഇതിപ്പം നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ വിളക്കിൻ്റെ മുന്നിൽ തട്ടത്തിൽ നിങ്ങൾ ചെമ്പരത്തിപ്പൂവും വെള്ളപ്പൂക്കളും വെക്കുന്നത് നല്ലതാണ്. ഈ ചുമപ്പും വെള്ള നിറത്തിനും നമ്മളെ ഒരു ഉന്മേഷവാനാക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രസരിപ്പ് നൽകാനുള്ള കഴിവുണ്ട് ഈ രണ്ട് നിറങ്ങൾക്കും. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് ആകും. നമുക്ക് കാണുമ്പം തന്നെ നമുക്കൊരു ഉത്സാഹം. ഇനിയും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചാണകവെള്ളം ഉണ്ടെങ്കിൽ അത് തളിക്കുക. സർവമംഗളമെങ്കിൽ ഒരു തവണ ജപിച്ച് ഓം കൃഷ്ണായ നമയും കൂടെ വാ കൊണ്ടാണ് ജപിച്ച് തളിക്കണം. ഇനി ചാണകവെള്ളം ഇല്ലെങ്കിൽ സാധാരണ കിണറ്റിലെ വെള്ളമാണെങ്കിലും സർവമംഗളമെങ്കിൽ ഒരു തവണ ജപിച്ച് ഓം കൃഷ്ണായ നമയും കൂടെ ജപിച്ച് വെള്ളം തളിച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. മനസ്സിലായോ? അങ്ങനെയുള്ള വീടുകളിലൊക്കെ മാറ്റങ്ങളുണ്ടാവും, യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ശരിയായിട്ടൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ തന്നെ കുട്ടികളാണേലും പറയുന്നതൊക്കെ കേട്ടു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ആ കുട്ടികൾക്കാണേലും മാറ്റം ഉണ്ടാകും, ആ ഗ്രഹനാഥയ്ക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞാലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയണം, അറിയേണ്ട രീതിയിൽ അറിയണം. ഇപ്പോൾ ശിവ എന്നുള്ള 2 അക്ഷരത്തിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ. ശിവ എന്ന് പറഞ്ഞാൽ ശിവ എന്നുള്ളത് മനസ്സിലാക്കി ഉച്ചരിച്ചാൽ തന്നെ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് തിരുമൂലെന്ന് പറഞ്ഞിരിക്കുന്നത് ശിവശിവ എങ്കിലർ തീവിണയാളർ. ശിവശിവ എന്ന് ജപിച്ചാൽ തീന്ന് വെച്ച പാപം, മുൻജന്മ പാപങ്ങൾ തീരും. എങ്ങനെ ജപിച്ചാലാ? ഇത് മനസ്സിലാക്കി ജപിച്ചാൽ. മനസ്സിലായോ? ശിവശിവ എന്റിടാ തീവിണയുമാലും. ശിവശിവ എന്ന് ജപിച്ചാൽ ഈ ജന്മത്തിലെ പാപങ്ങളും തീരും. ശിവശിവ എന്റിടാ തേവരുമാവർ. ശിവശിവ എന്ന് ജപിച്ചാൽ ദേവൻ തന്നെയാകും, ഈശ്വരൻ തന്നെയാകും. എങ്ങനെ ജപിച്ചാലാ? ശിവ, ഇത് ഉള്ളിലെ ഊർജമാണെന്ന് സങ്കല്പിച്ച് ജപിക്കുമ്പോഴാണ് നിങ്ങൾ അതായിത്തീരുന്നത്. ശിവശിവ എന്ന ശിവഗതി താന്. ഇങ്ങനെ ഈ ശിവനാമം ശിവശിവ എന്ന 2 അക്ഷരം ജപിച്ചാൽ തന്നെ ശിവഗതി ഉണ്ടാകും, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എന്നാലാവുന്ന രീതിയിൽ അതിൻ്റെ സർവ്വ രഹസ്യങ്ങളും എന്നാലാകുന്ന രീതിയിൽ ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും അത്യാവശ്യമുള്ള ഓരോ കുടുംബങ്ങളെ മാറ്റുന്ന, ഓരോ കുടുംബങ്ങളിലും സമാധാനമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, ആ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ നന്മയുണ്ടാക്കുന്ന, കടബാധ്യതകൾ മാറ്റുന്ന, സമ്പത്തും ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ഈശ്വരീയമായ നല്ല കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന, നല്ലത് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും മറ്റു വീഡിയോകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ എന്തും ആയിക്കോട്ടെ, ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കത് ഗുണം കിട്ടും, മനസ്സിലാക്കുന്നവർക്ക് അത് മതി. അത് ഹൃദയത്തോട്ട് ഞാൻ പറയുകയാണ്. പിന്നെ നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല. അതിപ്പം ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ വൈകിയായിരിക്കും അറിയുന്നത്. കയ്യിലുള്ള പൈസയെല്ലാം പോയി, എല്ലാം ബിസിനസ് നഷ്ടപ്പെട്ടു, പിള്ളേർ ഒരു വഴിയെല്ലാം ആയിക്കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് വിളക്ക് കത്തിക്കുന്നത്, ഒന്ന് കണ്ടു നോക്ക്. പിന്നെ കണ്ടാലും കുറേ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് പിന്നെ മാറ്റങ്ങൾ വരും. പക്ഷേ എങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിൽ കൂടെ ചിലപ്പം ഈ യൂട്യൂബ് നോക്കുമ്പോൾ ചിലപ്പം ഈ വീഡിയോയും കടന്നു പോന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചുമ്മാ ഇപ്പം എൻ്റെ വീഡിയോ എല്ലാം കറുപ്പ് ബാക്ക്ഗ്രൗണ്ട്, അത് കാണുമ്പോഴേ ചിലർ ചിലപ്പം എന്നെ അറിയാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ജീവിതത്തിലെല്ലാം നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടായി കഴിയുമ്പം പിന്നെ ചിലപ്പോൾ ഈ കാര്യം അറിയും. അതിനെക്കാട്ടിയും നല്ലത് ഇതൊക്കെ നേരത്തെ അറിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് സാക്ഷാൽ പരമേശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരൻ തന്നെ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഇത് നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കുടുംബത്തിൽ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒരു വീട്ടിലും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഒരു വീട് നശിച്ചു പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പിന്നെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. വീഡിയോ വാട്സപ്പിൽ ഒരാൾ ഒരു മെസ്സേജ് ഇട്ട് പറയാൻ മറന്നുപോയി.
ആ വീഡിയോയുടെ ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. അതായത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെമ്പോലയിൽ ഭാഗ്യസംഖ്യ, ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് എഴുതി വെച്ച്, അദ്ദേഹത്തിന് പേഴ്സില്ല, അതുകൊണ്ട് മൊബൈൽ കവറിനുള്ളിലാണ് എഴുതി വെച്ചെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് കുറച്ച് പൈസ കിട്ടി, വലിയ സന്തോഷം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. 5500 രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞു. എന്താ ആയിക്കോട്ടെ, വലിയ സന്തോഷം. ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാൾക്ക് പൈസ കിട്ടുന്ന, അപ്പം അത് കിട്ടാതെ ഇരുന്ന പൈസയാണ്, തടസ്സപ്പെട്ട് നിന്ന പൈസ അങ്ങനെയുള്ള ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത് വെച്ചപ്പം പൈസ അത് കിട്ടി, വലിയ സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം ഷെയർ ചെയ്തതേ ഉള്ളൂ. ആ ചെമ്പോലയിൽ അക്കം എഴുതി. അങ്ങനെ ഒരുപാട് പേർക്ക് സാമ്പത്തികം വരുന്നുണ്ട് എന്നുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും ശിവഭഗവാന് നന്ദി, മഹത്വം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോ.